ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ കുറേ അധികം വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ എല്ലാവരും ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ പതിവ് പോലെ തന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രശാവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ റഫീഖ പള്ളിയിലേക്ക് പോയി ഇതാ തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മളെ മോർണിംഗ് വാക്കിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പിന്നെ ഇപ്പം നന്നായിട്ട് പട്ടിശല്യം ഉണ്ടല്ലേ, അതുകൊണ്ട് തന്നെ റഫീഖ തിരിച്ച് വീട്ടിലെത്തിയിട്ട് എന്നെ കൂട്ടിയിട്ട് പോവാണ് കേട്ടോ ചെയ്യുക. കാരണം വഴിയിലേക്ക് പോയി നിന്നാൽ കുറച്ചുകൂടെ നേരത്തെ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ അങ്ങനെ ആയതുകൊണ്ട് നല്ല പേടിയാണ് കേട്ടോ. മദ്രസ പോകുന്ന കുട്ടികൾക്കും ഒക്കെ ഇപ്പം നല്ല ഭീഷണിയായിട്ടുണ്ട് പട്ടിശല്യം. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് റഫീഖ എന്നെ കൂട്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ പതിവ് പോലെ തന്നെ മരവയൽ സ്റ്റേഡിയത്തിലാണ് കേട്ടോ നമ്മൾ മോർണിംഗ് വാക്കിങ്ങും റണ്ണിങ്ങും എല്ലാം നടത്തുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ തുടങ്ങി അവസാനിക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ റഫീഖാനോട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു തരാൻ പറയുന്നതാണ് കേട്ടോ. ലാസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു തരാൻ പറഞ്ഞത്. ലാസ്റ്റ് റൗണ്ട് റഫീഖും ഞാനും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഷെയ്ക്കിങ് നിങ്ങൾക്ക് കാണാം. അത് റഫീഖും സ്പീഡിൽ നടക്കുകയും ഓടുകയും ഒക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ എടുക്കുന്ന വീഡിയോസാണ്. കാരണം നമ്മൾ സീരിയസ്ലി വർക്കൗട്ടിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതല്ലേ. അപ്പോൾ വീഡിയോ എടുക്കൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. വരാൻ നേരത്താണ് അധികവും ഞാനിങ്ങനെ ജസ്റ്റ് എടുക്കുക. അപ്പോൾ കുറച്ച് പേരൊക്കെ അവിടെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. നമ്മളപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ രാവിലത്തെ ഈ ഒരു നമുക്ക് വരാനൊക്കെ മടിയുണ്ടെങ്കിലും എണീക്കാനൊക്കെ മടിയുണ്ടെങ്കിലും ഒക്കെ കൂടിയിട്ട് രാവിലെ നമുക്കിത് തരുന്ന ഒരു എനർജി ഇല്ലേ, അത് വേറെ ലെവലാണ് കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മളതങ്ങ് ആ മടിയും കാര്യങ്ങളൊക്കെ അങ്ങ് മാറ്റിയിട്ട് വേണം നമ്മൾ, എന്നാലേ നമുക്കിത് കിട്ടുകയുള്ളൂ കേട്ടോ. ഈ ഒരു എനർജി കിട്ടുകയുള്ളൂ. കുറച്ച് റിസ്ക് തന്നെയാണ്. ആ ഒരു നടന്നൊക്കെ വന്നിട്ടുള്ള ആ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നമുക്കിത് മുടങ്ങാതെ ചെയ്യാനും വേണ്ടിയിട്ട് തോന്നും കേട്ടോ. ഭയങ്കര ഒരു എനർജി, ഭയങ്കര ഒരു എത്ര വയ്യെങ്കിലും എത്ര നമ്മളൊരു ഉഷാറ് കുറവുണ്ടെങ്കിലും ഒരു എന്താ പറയുക, ഒരു സൂപ്പർ പവർ കിട്ടുന്ന പോലെ തോന്നലുണ്ട് കേട്ടോ. വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വീട്ടിലെത്തുന്ന സമയത്ത് പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ടപ്പേന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നും. അങ്ങനത്തെ ഒരു മൈൻഡ് വരും നമുക്ക്. അപ്പോൾ റഫീഖ തേങ്ങ പൊളിച്ചതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 4-5 തേങ്ങ ഞാൻ പൊളിപ്പിച്ച് വെക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്താണ് റഫീഖാനെ കിട്ടുള്ളൂ. ഞാൻ പൊളിക്കും, പക്ഷെ കുറേ സമയം എടുത്തിട്ട് ഒരെണ്ണം പൊളിക്കുകയാണ് കേട്ടോ ചെയ്യാൻ. നല്ല റിസ്ക്കാണ് എനിക്ക് തേങ്ങ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റഫീഖ് ഇത് രാവിലെ തീരുന്നതിനനുസരിച്ച് നമുക്കൊരു 5 തേങ്ങ വീതം പൊളിച്ച് തരും കേട്ടോ. നമ്മൾ പിന്നെ സമയത്തിനനുസരിച്ച് നമ്മളിങ്ങനെ ചിരകിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യാം. അപ്പം ഇന്ന് രാവിലെ മഴയും കാര്യങ്ങളൊന്നുമില്ല. നല്ല തെളിഞ്ഞൊരു കാലാവസ്ഥയും ഒക്കെയാണ് കേട്ടോ. വെയിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഉദിച്ചിങ്ങനെ സൂര്യനൊക്കെ ഉദിച്ചിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സൂര്യൻ ഉദിച്ച് വരുന്ന ആ ഒരു സമയത്തുള്ള നമ്മളെ ആ ഒരു ആന്തൂര്യത്തിൻ്റെ ആ ഒരു ഭാഗം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് പോയിട്ട് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കലുണ്ട് അവിടെ നിന്ന്. നല്ല രസമാട്ടോ കാണാൻ. ആ ഫ്ലവറിൽ ഇങ്ങനെ തട്ടിയിട്ടുള്ള ആ ഒരു ലൈറ്റ്, ചെറിയൊരു നേരിയ സൂര്യപ്രകാശം കാണുന്ന സമയത്ത്. ഇനിയിപ്പോൾ വേഗം നമ്മളെ പണികളൊക്കെ ചെയ്യുക. അപ്പോൾ മുറ്റടിക്കട്ടെ കേട്ടോ. മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കട്ടെ. മഴയുള്ള സമയത്ത് വലിയ പാടാണ്. വെയിൽ ഇങ്ങനെ വെളിച്ചമുള്ള സമയത്തില്ലേ, ഇൻ്റർലോക്കൊക്കെ ഉണങ്ങി നിൽക്കുമ്പോൾ സമയത്ത് മുറ്റടിക്കാൻ പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ആട്ടോ. കാര്യം പെട്ടെന്ന് ഇങ്ങനെ അടിച്ച് നീങ്ങുകയും ചെയ്യും. ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. നമ്മൾ അടിച്ചാൽ ഇങ്ങനെ നീങ്ങൂല, നമ്മൾ കുറേ സമയം എടുക്കും. പിന്നെ അതുപോലെ കുറ്റിച്ചൂലില്ലേ, അതെടുത്ത് വേണം നമ്മൾ അടിക്കാൻ. എന്നാലേ പിന്നെയും വൃത്തിയായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല, വേഗം പണി കഴിയും. ചുറ്റിലും അടിക്കണം എന്ന് തന്നെയുള്ളൂ, പക്ഷെ വേഗം തീരും.
ഇനിയില്ലേ, കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഒരു സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വാ. അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. ഇതിപ്പോൾ ഞാൻ കുറച്ച് പ്ലാന്റ് നടുകയാണ് കേട്ടോ, പോട്ടിലേക്ക്, ചെറിയ പോട്ടിലേക്ക് നട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് വാങ്ങുന്നതും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളതൊന്ന് കണ്ടിട്ട് വാ കേട്ടോ. കട അടച്ചിട്ടുണ്ടാവോ? എത്ര മണി വരെ ഉണ്ടാകലുണ്ട്? ബായ് എത്ര മണി വരെ ഉണ്ടാവും? ആറോ? പണിക്കാരൊക്കെ പോയിണ്ടാവും. ശരിക്ക് ദേഷ്യപ്പെട്ടു. പൂട്ടിയിട്ടില്ല. നിങ്ങളെ കണ്ടാ പൂട്ടുണ്ടാണല്ലോ. തൈ, ചെറിയ തയ്യാ. അപ്പം നമ്മൾ ഈ ബ്ലോസം തൈകളില്ലേ, അത് വാങ്ങാൻ വേണ്ടിയിട്ട് കൽപ്പറ്റ, ഇപ്പോൾ വൈത്തിരി ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ കൽപ്പറ്റ ടൗൺ എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പ് ബായ്സ് എന്ന് പറഞ്ഞുള്ള ഗാർഡനിലാട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ ഒരുപാട് ടൈപ്പ് പ്ലാന്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് വൈകിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ഒരു 6 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. ഒരു കട ഷോപ്പ് അടക്കാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് ബ്ലോസം തൈകളുണ്ടായിരുന്നു കേട്ടോ. കുറച്ചായി, ഇപ്പോൾ ഒരു 3-4 വർഷം മുമ്പാന്ന് തോന്നുന്നു. നല്ല ഫ്ലവർ ഇട്ടിട്ട് എല്ലാ ടൈപ്പും ഉണ്ടായിട്ടുണ്ടായിരുന്നു, നല്ല ഹൈബ്രിഡ് തൈകൾ. പക്ഷെ ഇപ്പോൾ ഒറ്റൊന്നുമില്ല കേട്ടോ. ഞാനത് പുഴുക്കടൊക്കെ വന്നിട്ട് പിന്നെ അങ്ങനെ അങ്ങ് പോയി. അതൊരു സീസണിൽ നല്ല, എന്താ പറയുക, നമ്മൾ ശ്രദ്ധിക്കേണ്ട, മെയിൻ്റനൻസ് വേണ്ട ഒരു പ്ലാന്റാണ് കേട്ടോ നമ്മൾ ബ്ലോസം എന്ന് പറയുന്നത്. അപ്പോൾ അത് എൻ്റെ കയ്യിൽ നിന്ന് ഒന്നില്ലാതെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇനി അത് തൈ ഉണ്ടാക്കണമെങ്കിൽ എന്തായാലും 1-2 വാങ്ങണ്ടേ. വാങ്ങിയിട്ട് അതിൽ നിന്നല്ലേ നമുക്ക് തൈകൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ചില വീടുകളിലൊക്കെ കാണാം. പക്ഷേ എനിക്ക് ഈ ചെടി നന്നായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അതൊന്നൊരു തൈ തരുമോ എന്ന് ചോദിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കേട്ടോ. അപ്പോൾ ഞാനും റഫീഖും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചെണ്ണം വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണേ. റഫീഖ് ഇതാ വലുതാണ്. അത് നിൽക്കൂലത്, വലുതായി പോയി കുട്ടി ഒരു പ്രയാസമായിരിക്കും. കട്ട് ചെയ്ത് ആണോ കിട്ടോ? ഇത് പീസ് പിടിപ്പിക്കാനേ പറ്റുള്ളൂ, അങ്ങനെ വെക്കാൻ കഴിയില്ല. ഇത് പിടിക്കൂലേ? അത് പറ്റില്ല, ഹൈറ്റ് വന്നു. അത് ചട്ടിക്ക് മാറ്റിയിട്ടേ ഇതൊക്കെ ഇത് വരുന്നതാ, ഇത് വന്നതാ. ഇതേ വെക്കാൻ പറ്റുള്ളൂ, ഇനി വല്ലാണ്ട് പിടിപ്പിക്കാൻ നടക്കൂല. എന്താ പറയാ, സൈന് രണ്ടെണ്ണം ആയത് മതിക്കാം, രണ്ടെന്ന്. അത് വേണ്ട, അത് വെച്ചിട്ട് കാര്യമില്ല. ഇതാ ഇത് വരില്ല. അപ്പം നമുക്ക് കുറച്ച് തൈകൾ കിട്ടിയിട്ടുണ്ട്. അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല, എന്നാലും നമുക്ക് തൈകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുമായിരിക്കും. നമുക്ക് അങ്ങനെ കുറച്ചെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അല്ലാണ്ട് വേറെ വഴിയില്ല. ഈ തവണ നമുക്ക് തൈയൊക്കെ കുറച്ച് ഉണ്ടാക്കിയിട്ട് അടുത്ത തവണ നമ്മളെ കയ്യിൽ പ്ലാന്റൊക്കെ ഉണ്ടാവില്ല അത്യാവശ്യം, എന്നിട്ട് നല്ല ഉഷാറായിട്ടൊരു ഈ ഒരു എന്താ പറയുക ബ്ലോസം പ്ലാന്റിൻ്റെ ഒരു ശേഖരം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ ഒരു പ്ലാന്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വിചാരിച്ച പോലെ അങ്ങ് ഉണ്ടാവുമൊന്നുമില്ല. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും കാലാവസ്ഥേൻ്റെ ഒരു ചേഞ്ച്, എന്താ പറയുക ഈ പുഴുക്കേട് അങ്ങനത്തെ ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോവുകയും ചെയ്യും. നോക്കട്ടെ, ഇത് ഒറിജിനൽ അല്ലേ ഈ സാധനം? എന്താണ്? കമേലിയ. നല്ല ഭംഗിയുണ്ട്. പറഞ്ഞ പോലെ നല്ല കെയർ, നല്ല ശ്രദ്ധ വേണ്ട ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ കുറച്ചായിട്ട് യൂട്യൂബൊക്കെ തുടങ്ങിയതിന് ശേഷം ആ പ്ലാന്റൊക്കെ അങ്ങ് ഒഴിവാക്കിയിട്ട് ഈ പച്ചപ്പ് ഈ ടൈപ്പിലൊക്കെയുള്ള പ്ലാന്റാണല്ലോ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. വലിയൊരു ശ്രദ്ധ വേണ്ടാത്ത പ്ലാന്റാണ് കേട്ടോ ഇപ്പം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളൂ. ഇൻഡോർ പ്ലാന്റും കുറച്ച് ഔട്ട്ഡോർ പ്ലാന്റും ഒക്കെ അധികം ശ്രദ്ധിക്കേണ്ടാത്ത പ്ലാന്റൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത്, നിങ്ങൾക്ക് അറിയാൻ പറ്റും. പക്ഷേ എനിക്ക് ജമന്തി ഐറ്റംസ്, അതായത് നല്ല ഫ്ലവർ ഇടുന്ന ബ്ലോസം അങ്ങനത്തതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അന്തൂറിയൊക്കെ. പക്ഷേ അത്ര ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉണ്ടാക്കലില്ല. ഇപ്പോൾ എനിക്കൊരാഗ്രഹം കുറച്ച് അങ്ങനത്തെ തൈ ഉണ്ടാക്കിയാലോ എന്ന് കേട്ടോ. സമയം കിട്ടുന്നതിനനുസരിച്ചൊക്കെ ഗാർഡൻ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് ഒരുപാടൊന്നും കിട്ടിയിട്ടില്ല, എന്നാലും കുറച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കതൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇവിടെ അത് മാത്രമല്ല കേട്ടോ, ഒരുപാട് ഇൻഡോർ പ്ലാന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ പോട്ടും വെറൈറ്റി പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വയനാട്ടിലേക്കൊക്കെ വരുന്നവർക്ക് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി പറ്റും കേട്ടോ. പോട്ടും അതുപോലെ തന്നെ പ്ലാന്റും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. ബായിസ് ഗാർഡൻ എന്നാട്ടോ ഇതിൻ്റെ പേര് വരുന്നത്. കൽപ്പറ്റ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ്, ടൗൺ എത്തണ്ട അതിൻ്റെ മുമ്പായിട്ടാണ് വരുന്നത്. പെരുന്തട്ട കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ചുകൂടെ വരണം, അവിടെയാണുള്ളത്. ഫലാഹ് അങ്ങനത്തെ അതൊക്കെ കഴിഞ്ഞിട്ടാണ്, അത് കഴിഞ്ഞ് തൊട്ട് അങ്ങനെയായിട്ടുള്ളത്. ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ഈ ഒരു നഴ്സറി എന്ന് പറയുന്നത്. അല്ലാത്തവർക്ക് കേട്ടോ, പുറത്തുനിന്ന് വരുന്നവരോടാണ് ഞാൻ പറഞ്ഞത്. നല്ല രസമുണ്ട് കേട്ടോ. ഞാനെപ്പോഴും വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇൻഡോർ പ്ലാന്റിൻ്റെ ഉള്ളിലും കൂടെ ഒന്ന് കയറാൻ സമയം കണ്ടെത്തലുണ്ട് കേട്ടോ. കാര്യം നമുക്ക് നമ്മളെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും പ്ലാന്റിനെ കുറിച്ചുള്ളൊക്കെ ഒരു ഐഡിയ കിട്ടും ഇവിടെ കയറിയാൽ. ഇവിടെ നിന്ന് ഞാൻ വാങ്ങാനൊന്നുമല്ല, പക്ഷേ ഇങ്ങനെ ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതും അതിൻ്റെ മണ്ണിനെക്കുറിച്ചും വെള്ളത്തിനൊക്കെ കുറിച്ചിട്ട് ഇങ്ങനെ മനസ്സിലാക്കും ഇവരോട് ചോദിച്ചിട്ട്. പക്ഷെ കാണാനും നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ റഫീഖ് ബില്ലൊക്കെ ആക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് സമയം ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലൂടെ ഒക്കെ നടക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വീട് സെറ്റ് ചെയ്തത് കാണുന്നതും, അതായത് വേറൊരാളുടെ വീട് സെറ്റ് ചെയ്തത് ഇങ്ങനെ നോക്കി കാണുമ്പോൾ നമ്മളെ വീട്ടിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് എന്തൊക്കെ നമുക്ക് ഐഡിയാസ് കൊണ്ടുവരാം എന്നുള്ള ഐഡിയ ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ. അതുപോലെ തന്നെയാണ് പ്ലാന്റിൻ്റെ കാര്യത്തിലും. ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർഡൻസ്, അതുപോലെ തന്നെ ഇങ്ങനത്തെ ഏരിയസൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്കും നമ്മൾ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ചെയ്യാനുള്ള ഐഡിയാസും കാര്യങ്ങളൊക്കെ നമുക്ക് വരും. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക കയറി നടക്കലുണ്ട് കേട്ടോ. എല്ലാം ഇങ്ങനെ നോക്കി പഠിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ബായ്സ്. അതിൽ മൊബൈൽ നമ്പറും എല്ലാം അവിടെ തന്നെ ഉണ്ട്. ഇത് ഞാൻ പരസ്യമായിട്ടൊന്നും പറയുന്നതല്ല, ജസ്റ്റ് പോകുന്ന വഴിക്ക് അതൊന്ന് ജസ്റ്റ് എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്നലെ വാങ്ങിച്ച പ്ലാന്റും കാര്യങ്ങളും അതവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേറെ ചെറിയ പോട്ടിലേക്ക്, ഇപ്പോൾ ഞാൻ വലുതിലേക്ക് വെക്കുന്നില്ല, ഒന്ന് ഇതിൽ നിന്ന് പിടിച്ച് കുറച്ച് ലീഫൊക്കെ ഒന്ന് റെഡി ആവട്ടെ, തൈ ഒന്ന് റെഡി ആവട്ടെ. അപ്പോൾ അതിന് ശേഷം നമുക്ക് വലിയ ചട്ടിയിലേക്ക് വെക്കാം. ഇപ്പോൾ തൽക്കാലം ഇങ്ങനത്തെ കൂടയിലേക്ക് വെക്കട്ടെ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് മാറ്റുകയും ചെയ്യാം. അല്ലാണ്ട് ചട്ടിയൊക്കെ നിറക്കാൻ നിൽക്കുമ്പോഴത്തേക്കും 2-3-4 ദിവസം അങ്ങ് പോകും. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ച് വേഗം ഇതിലേക്ക് വെക്കുകയാണ് കേട്ടോ. ഇതിൽ നിന്ന് കുറച്ചങ്ങ് റെഡിയായി ഒന്ന് വേറെ ബ്രാഞ്ചസൊക്കെ വരുന്ന സമയത്ത് നമുക്ക് മറ്റേലേക്ക് മാറ്റാമല്ലോ സാവകാശം. അപ്പോഴത്തേക്ക് അത് മണ്ണും കാര്യങ്ങളൊക്കെ ശരിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇത് കുറച്ച് മണൽ പിന്നെ കുറച്ച് കമ്പോസ്റ്റ്, നമ്മളെ വീട്ടിലുള്ള കമ്പോസ്റ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചാണകപ്പൊടി എടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ചാണകപ്പൊടി ഇടേണ്ട കാര്യമൊന്നുമില്ല, പുഴുക്കേടും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. മണ്ണും മണലും കുറച്ച് എന്താ പറയുക ഒരു കരിയില വേസ്റ്റ് അല്ല അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് കൂട്ടിയിട്ട് മിക്സ് ആക്കിയാൽ മതി കേട്ടോ. ഇനി ഒന്നുമില്ലെങ്കിൽ മണ്ണും മണലും മാത്രം ചെയ്ത് മതി. ഈ സമയത്ത് തൈ ഒന്ന് റെഡിയായി വന്നതിന് ശേഷം നമുക്ക്
വളമൊക്കെ കൊടുത്ത് ചാണകപ്പൊടി കേട്ടോ അത് കൊടുത്താൽ മതി. പിന്നെ ഇതാ ആദ്യം കുറച്ച് ചകിരി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, കുറച്ച്. അതെന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ ഹോൾസ് ഒന്നും അടഞ്ഞു പോകാണ്ടിരിക്കാനും നമ്മൾ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് കിട്ടുകയും ചെയ്യും, അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ഒരു തണുപ്പും കിട്ടും, അതൊക്കെ കൂടെ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു മിക്സ് ഇട്ടിട്ട് ഇതങ്ങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ കേട്ടോ. പണ്ടാണെങ്കിൽ ഞാനിത് ചെയ്യാൻ എൻ്റെ കയ്യിലുള്ള പ്ലാന്റിൽ നിന്ന് പീസ് പറിച്ചെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കുക. വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരാഴ്ച ആകുമ്പോഴത്തേക്കും അതിൽ നിന്ന് റൂട്ട് വരും. ആ റൂട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ച് ഞാൻ മുന്നേ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ ബ്ലോസ് ഉള്ള സമയത്തൊക്കെ ഞാൻ തൈ വെക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വെച്ച് കൊടുത്താലില്ലേ ഇത് വന്നല്ലോ, റൂട്ട് വന്നതിന് ശേഷം വെച്ച് കൊടുത്താൽ വാടിപ്പോകുന്നില്ല, ചീഞ്ഞു പോകില്ല, പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ അല്ലെങ്കിലും ബ്ലോസം തയ്യാനെ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും. നമ്മൾ അതിന്ന് പൊട്ടിച്ചെടുത്തിട്ട് വേഗം മണ്ണിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളമായി പോകരുത്, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള കുറേയൊക്കെ ചെയ്തു, എന്നാലും ഒരു 3-4 വേറൊരു കാറ്റഗറി നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് വലുപ്പമുള്ള കുറച്ച് ബ്രാഞ്ചസ് ഒക്കെ വന്നതും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് ഇത്ര എണ്ണം ഞാൻ റെഡിയാക്കിയിട്ടെടുത്തു. ഇനി ഞാൻ കാണിച്ചു തരാം. അതും കൂടെ ഒന്ന് ചെയ്യാനുണ്ട്. അത് ഇനിയിപ്പോൾ വൈകുന്നേരം അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് ചെയ്യുക. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ, നമ്മളെ കിച്ചണിൽ പോകണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, റഫീഖക്ക് പോകണ്ടേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ റഫീഖ് ഇവിടെ പുല്ലിൽ കാട് വരും കേട്ടോ ഇടക്കിടക്ക്. അപ്പോൾ അതിങ്ങനെ ആ ഒരു സൈഡിലുള്ളത് ഇങ്ങനെ പറിച്ചെടുക്കലാണ് കേട്ടോ. സമയം കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ രണ്ടാളും ഇങ്ങനെ പറിക്കലുണ്ട് കേട്ടോ. അതങ്ങനെ നമ്മൾ ഫ്രീ ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ പുല്ലിനേക്കാളും ഭയങ്കരമായിട്ട് അവർ വളർന്നിട്ട് പിന്നെ പുല്ല് നശിച്ചു പോവുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അതിന് നമ്മൾ ഇട കൊടുക്കലില്ല. മഴയൊക്കെ ആണെങ്കിലും ഇടക്കിറങ്ങിയിട്ട് ഇതുപോലെ മുറ്റൊക്കെ അടിക്കുമ്പോൾ ഞാനിങ്ങനെ പറിച്ചെടുക്കലുണ്ട് കേട്ടോ. കുറച്ചായിട്ട് ഈ ഭാഗമൊക്കെ നന്നായിട്ട് ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ, പറിച്ചെടുത്തിട്ടുണ്ട്. എന്നാലും ആ ഒരു കറിവേപ്പിലിൻ്റെ ആ ഒരു ഭാഗത്ത് കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ കയറി എൻ്റെ കുളിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം. ഒന്ന് വേഗത്തിന് തന്നെ ആക്കട്ടെ. ഇന്നിപ്പോൾ ഭയങ്കരമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമല്ല, ഞാൻ ചെറുപയർ തലേദിവസം വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒന്ന് കഴുകിയെടുക്കട്ടെ. എന്നിട്ട് ഒരു ചെറുപയർ കറി, അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ ഒന്നും കട്ട് ചെയ്ത് വെച്ചിട്ടോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. എന്നാലും നമുക്ക് സവാളയൊക്കെ ഞാൻ തൊലി കളഞ്ഞിട്ട് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് വേഗം വന്ന് ഒരു തക്കാളി അതിലേക്ക് ഇടാനുള്ളത് എന്താണോ, ഒരു തക്കാളി, പച്ചമുളക്, സവാള, ഇത്രയൊക്കെ അല്ലേ. അപ്പോൾ അത് ആ ഒരു തൊലി കളഞ്ഞ് വെക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഈസി ആവും പാചകം, അത്രയേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ വേണമെങ്കിൽ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ ആലോചിക്കുമ്പോൾ വേഗം കുറച്ച് എളുപ്പമാവില്ലേ കാര്യങ്ങൾ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തേങ്ങ ചിരകി വെക്കുക. അതുപോലെ തന്നെ ഞാൻ തേങ്ങയും ചിരകി ഫ്രീസറിലുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക് എനിക്കിപ്പോൾ എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്ന്. ഒന്നുമില്ല, ഈ ചെറുപയർ കഴുകി കുക്കറിലേക്ക് ഇടുക, ഉള്ളി നമ്മൾ തൊലി കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് ബോക്സിൽ വെച്ചിട്ടുണ്ട്, അതെടുക്കുക, തക്കാളി എടുക്കുക, പച്ചമുളക് എടുക്കുക, കട്ട് ചെയ്യുക, ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് തേങ്ങ ചിരകേണ്ട ഒരു പണി എനിക്കില്ല. തേങ്ങ ചിരകിയത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുക, ഒഴിക്കുക, പരിപാടി കഴിഞ്ഞു. അപ്പോൾ എല്ലാം ചെയ്യാനുണ്ടെങ്കിലും അല്ല, കുറച്ചൊക്കെ നമ്മൾ ഇങ്ങനത്തെ പ്രിപ്പറേഷനൊക്കെ ചെയ്ത് ഒന്ന് ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഒരു അത്രയും സമയം നമുക്ക് വേണ്ടി വരില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങളൊക്കെ എപ്പോഴും ചെയ്തു വെക്കലുണ്ട്. അപ്പോൾ ചോദിക്കും, ജംഷി ഒറ്റക്കല്ലേ, വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, കുട്ടികളൊന്നും ഇല്ലല്ലോ ഇങ്ങനെ കുറേ സമയം വെച്ചിട്ട് കുക്ക് ചെയ്യാൻ, അപ്പോൾ അല്ലെങ്കിലും എളുപ്പമല്ലേ എന്ന്. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതൊക്കെയാണ്. പക്ഷെ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പം ഞാൻ പ്ലാന്റ് നട്ടു, നടക്കാൻ പോയി, ഞാൻ തിരിച്ചെത്തിയപ്പോഴത്തേക്കും 7 മണിയായിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആക്കാം. അപ്പോൾ അത്രയും റിലാക്സ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. രാവിലത്തെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുളി കഴിഞ്ഞു, പ്ലാന്റ് നടൽ കാര്യങ്ങൾ, മുറ്റടിക്കൽ കാര്യങ്ങൾ, പിന്നെ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ എല്ലാം ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ കിച്ചണിലേക്ക് വരുന്നത്. അല്ലാത്തൊരാൾക്ക് ഇപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. നേരെ വന്ന് കിച്ചണിലേക്ക് വന്ന് ഉള്ളി തൊലിക്കുക, തേങ്ങ ചിരകുക, ഭക്ഷണം ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് റിലാക്സ് ആയിട്ട് ഡേ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കുന്നത് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ചിലർക്കെങ്കിലും അങ്ങനത്തെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനതിപ്പോൾ ഇവിടെ സൂചിപ്പിക്കാൻ കാരണം.
അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സിമ്പിളായിട്ടുള്ളൊരു ചെറുപയർ കറി കേട്ടോ. അതൊക്കെ അങ്ങനെ ലൈറ്റാക്കി വെക്കുമ്പോൾ തന്നെ അല്ലേ ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ തക്കാളി ഇല്ലെങ്കിൽ തക്കാളി ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു സവാളയും ഒരു ചെറിയ തക്കാളിയും 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂണെല്ലാം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പ് ആദ്യം തന്നെ ഒരുപാട് ചേർക്കുന്നില്ല, ചെറുപയറല്ല നമ്മൾ വെന്ത് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതിയല്ലോ. പെട്ടെന്ന് വേവാൻ അത് നല്ലതാണ് കേട്ടോ. ഉപ്പ് കുറച്ച് കൊടുത്താൽ മതി പരിപ്പിലും ചെറുപയർ കടല അങ്ങനത്തതിലൊക്കെ. പിന്നെ ആവശ്യത്തിലുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുക്കർ അടച്ചൊന്ന് വേവിക്കാൻ വെക്കുക. 2 വിസിൽ വന്നതിന് ശേഷം കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിലും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാക്കി കിട്ടും. പിന്നെ അതിൻ്റെ ഇടയിൽ അരപ്പും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പത്തിരിയാണ്. നൈസ് പത്തിരി ഉണ്ടാക്കിയിട്ട് കുറേ നാളായി. അപ്പോൾ ഇന്ന് നൈസ് പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് ഓയിൽ, 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ നൈസ് പത്തിരിൻ്റെ പെർഫെക്റ്റ് നൈസ് പത്തിരി ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചിട്ട്, എന്നാലും ചിലർക്കല്ലേ അത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളവർക്ക് ഇപ്പോഴും കുറച്ച് പേർക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചിലർക്കൊക്കെ ഇപ്പോഴും ടാസ്ക് തന്നെയാണ് നൈസ് പത്തിരി എന്ന് പറയുന്നത് കേട്ടോ. പക്ഷേ നിങ്ങളിതുപോലെ ചെയ്ത് നോക്കട്ടെ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നൈസ് പത്തിരിൻ്റെ ഇട്ടിട്ടുണ്ട്, നിങ്ങളത് വെച്ചിട്ട് ചെയ്ത് നോക്കുക. പിന്നെ 1 ടീസ്പൂണോ 2 ടീസ്പൂണോ ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കുക. എന്നാൽ ആ കയ്യിൽ ഒട്ടലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നൈസ് പത്തിരിക്ക് ഞാനിപ്പോൾ പരത്തിയൊന്നും എടുക്കുന്നില്ലല്ലോ, പ്രസ്സിൽ അമർത്തിയെടുക്കുന്നത്. പക്ഷേ നമ്മൾ പരത്തിയിട്ടൊക്കെ ഓയിലൊക്കെ പരത്തിയിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു പത്തിരീൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ പ്രസ്സിൽ വെച്ചിട്ട് പ്രസ്സിൻ്റെ 2 ഭാഗം ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കുക. ഒരുപാടൊന്നല്ല കേട്ടോ, നമ്മളെ കയ്യിൽ ഒരു എണ്ണമയം എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിൽ. എന്നിട്ട് ഓരോ ഉരുളകളും നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. ചൂടോടെ തന്നെ കുഴച്ചെടുക്കുക. ഒരു തവിയോ എന്തെങ്കിലും വെച്ചിട്ട് ചൂടുള്ള പൊടി കുഴച്ചെടുക്കണം, ചൂടോടെ തന്നെ കുഴച്ചെടുക്കണം. അവിടേക്ക് ആയിരിക്കും പത്തിരി ഫോൾട്ടായിട്ട് പോകാനുള്ള ചാൻസ് വരുന്നത്. എന്നിട്ട് ചൂടോടെ തന്നെ കുഴച്ചെടുത്ത് പിന്നെ ഒന്ന് തണുക്കുന്ന സമയത്ത് കൈ കൊണ്ട് കുഴച്ചെടുക്കുക. അപ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് വലിയ ഉരുളകളാക്കരുത്, ചെറിയ ഉരുളകളാക്കിയിട്ട് പ്രസ്സിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു എണ്ണമയം ആക്കിയിട്ട് ഒന്ന് അമർത്തിയെടുത്താൽ ഇതുപോലെ നൈസായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അത് ഇതുപോലെ ചുടുന്നതൊക്കെ ഞാൻ നൈസ് പത്തിരീൻ്റെ പെർഫെക്റ്റ് വീഡിയോ കാണിച്ചിട്ടുണ്ട്, അതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുതിയ വ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളത് കണ്ടു നോക്കിക്കോ. അപ്പോൾ ഇതാ പത്തിരി ചുടുന്നതിനും ഈസിയാണ്, പക്ഷേ അതിന് 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ല ഫ്ലഫി ആയിട്ട് നല്ല ബോള് പോലെയുള്ള നൈസ് പത്തിരി കിട്ടും. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. പക്ഷേ നമ്മളിൽ കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ അറിയാത്തവർ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. അവർക്ക് വരുന്ന ഫാൾട്ടുകളാണ് അതാണ് എടുത്തു പറയുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള പത്തിരി നമുക്ക് കിട്ടും കേട്ടോ. ചിലർക്കൊക്കെ നൈസ് പത്തിരി എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അവർക്ക് ഉണ്ടാക്കിയിട്ട് പെർഫെക്റ്റ് ആകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവരൊന്ന് വീഡിയോ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ 1-2 തവണ 2-3 തവണ ചെറിയ അളവിലെടുത്തിട്ട് ഉണ്ടാക്കി നോക്കുക, കുറഞ്ഞ അളവിൽ. അപ്പോൾ ഉണ്ടാക്കി തന്നെയാണ് കേട്ടോ ഇതിൽ നമ്മൾ എക്സ്പേർട്ടായിട്ട് വരിക. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ അല്ലേ, ഇതും അതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഒട്ടും അറിയില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ ആയിരിക്കുമല്ലോ. പക്ഷേ അറിയുന്നവർക്ക് ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയല്ലേ നൈസ് പത്തിരി എന്ന് പറയുന്നത്. സോഫ്റ്റാണ്, എണ്ണ കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ. അപ്പോൾ ഞാൻ പത്തിരി ചൂടുന്നതിൻ്റെ ഇടയിലൂടെ നമ്മളെ ഫ്രീസറിലുണ്ടായിരുന്ന തേങ്ങ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ട് അതിൽ 2 വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട്, ചിലർ ചെറിയ ജീരകമോ വലിയ ജീരകമോ ചേർക്കും. ഞാനിപ്പോൾ ജീരകം ഒന്നും ചേർത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അരച്ച് അതും കൂടെ നമ്മളെ ചെറുപയർ വെന്ത് വന്നപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. ഇനി കടുകും കറിവേപ്പിലയും കൂടെ ഒന്ന് പൊട്ടിച്ചെടുത്താൽ നമ്മളെ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ, പത്തിരിയും ചെറുപയർ കറിയും ഒക്കെ കൂട്ടിയിട്ട്. അപ്പോൾ ഞാൻ ഡയറ്റ് തന്നെയാണ് കേട്ടോ. എണ്ണം വളരെ കുറവാണ്. ഒരു 3 പത്തിരിയൊക്കെ കഴിക്കും. പിന്നെ എന്തെങ്കിലും ഒരു റോബസ്റ്റ പഴമോ എന്തെങ്കിലും ഒരു ഫ്രൂട്ടും കൂടെ അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ വയറ് ഫില്ലായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വിശപ്പുന്നതിനനുസരിച്ച് പതുക്കെ കുറച്ച് കൊണ്ടുവന്നാൽ മതി കേട്ടോ. ഒറ്റയടിക്ക് കൊണ്ടുവരരുത് ഫുഡും കാര്യങ്ങളൊക്കെ. എനിക്കിപ്പോൾ ഇത് ശീലമായിട്ടുണ്ട് കേട്ടോ. ആ ഒരു അളവിൽ കഴിച്ചിട്ട് പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ എന്തെങ്കിലും അതിൻ്റെ കൂടെ അങ്ങ് കഴിക്കും. ചോറും അങ്ങനെ തന്നെയാണ് കേട്ടോ കഴിക്കൽ.
ചോറിൻ്റെ അളവ് ഒന്ന് ഒരു കുറച്ചിട്ട് നമ്മൾ സാധാരണ കഴിക്കുന്നതിന് ഒരു പകുതിയാക്കി പതുക്കെ പതുക്കെ കൊണ്ടുവരിക. അപ്പോൾ അതിന് ശേഷം നമ്മളിതാ ഇന്ന് റഫീഖാൻ്റെ ഒക്കെ വയനാട് ചാരിറ്റബിൾ സൊസൈറ്റി നടത്തുന്ന വയോജന സംഗമമുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. ഇവിടെ കൽപ്പറ്റ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരത്താ, ഇത് കണ്ട, ഇവിടെ കണ്ട ബോർഡ്. ഇപ്പം ഈ ഒരു പരിപാടിക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവർ കുറച്ച് ചെറുപ്പക്കാർ കൂടിയിട്ട് നടത്തുന്ന കുറേ അധികം കാര്യങ്ങൾ, ചാരിറ്റബിൾ പ്രവൃത്തികൾ ഇവർ നടത്തുന്നുണ്ട്. അതിൽ ഒന്നാണ് കേട്ടോ ഇത് വയോജന സംഗമം. അതായത് പ്രായമുള്ള ആളുകൾക്ക് അവർക്കൊരു ക്ലാസ്സും പിന്നെ അവരിൽ നിന്ന് ഒട്ടും എന്താ പറയുക ജീവിതമാർഗം ഇല്ലാത്തവരുണ്ടാവില്ലേ, നോക്കാനൊന്നും ആരുമില്ല, പണിക്ക് പോകാൻ പറ്റില്ല, അങ്ങനെ നല്ല പ്രായമുള്ളവർ, അങ്ങനത്തെ അവരിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആളുകൾക്കൊരു പെൻഷൻ പദ്ധതി കൂടെ ഇവർ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നിവിടെ നടക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനമാണ് കേട്ടോ ഇന്നിവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഗസ്റ്റായിട്ട് വരുന്നത് സ്വാമി ആത്മദാസ് സെമി, പ്രസിഡൻറ്റ് ഓഫ് ഓംനിസ്റ്റ് സൊസൈറ്റി. അപ്പോൾ അവരും പിന്നെ അൻസാർ നെന്മണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രഭാഷകനില്ലേ, അവരും ഒക്കെയാണ്. പിന്നെ മറ്റു ചില പ്രമുഖരും ഒക്കെ ഉണ്ട്, ഡോക്ടേഴ്സും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ വന്നപ്പോൾ ഇതാ ഓരോരുത്തരായിട്ട് വരുന്നുണ്ടേ. അപ്പോൾ ഞാൻ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയിട്ട്, എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ചായയൊക്കെ കുടിക്കുന്നു, ചായ, ഉള്ളിവട, പഴംപൊരി ഒക്കെ ഫ്രണ്ടിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരത് കഴിച്ചിട്ട് ആണ് ഉള്ളിലേക്ക് കയറുന്നത്. പേരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് ഉള്ളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഗസ്റ്റും എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പരിപാടിയൊക്കെ തുടങ്ങാൻ പോവുക. പിന്നെ ഇവരുടെ കുറേ കാര്യങ്ങൾ ഞാൻ പങ്കെടുക്കുന്നതൊക്കെ ഞാൻ വീഡിയോയിലൂടെ കാണിക്കലുണ്ട് നിങ്ങളെ. അപ്പോൾ ഒരു 2 വീഡിയോ മുന്നേ ഉള്ളൊരു അതിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ റിപ്ലൈ കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പ്രളയത്തിൻ്റെ സമയത്ത്, അതായത് ചുരൽമല ഇടിച്ചിലും കാര്യങ്ങളൊക്കെ അല്ലേ, ആ ഒരു സമയത്ത് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല, അവർക്ക് വീട് വെച്ച് കൊടുത്തോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൊടുത്തു, അവർ താമസം തുടങ്ങി കേട്ടോ. അത് ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് ആ വീഡിയോ അപ്ലോഡൊക്കെ കുറേ വൈകിട്ടോ, പിന്നെ ഞാനത് ഇട്ടില്ല. അതോടനുബന്ധിച്ച് വയോജന നിധി എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ഈ വേദിയിൽ നിർവഹിക്കാൻ സൊസൈറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത കുറച്ച് സുഹൃത്തുക്കൾ കാര്യത്തിൽ വയോജനങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതിൻ്റെ കാര്യത്തിൽ അങ്ങനെ പല കാര്യത്തിലും MDMന്റെ മയക്കുമരുന്നിൻ്റെ, കള്ള് കച്ചവടത്തിൻ്റെ, പുകയിലയുടെ ഒക്കെ കാര്യത്തിൽ നമ്മളെക്കാൾ വലിയ സ്റ്റേറ്റുകളെയൊക്കെ തള്ളുകയാണ് എന്ന് തോന്നാണ്. അതിനാൽ ഇന്ന് ഒക്ടോബർ 2 എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതയുള്ള ദിവസം. ഞാൻ ആ വീട് പണീൻ്റെ പറഞ്ഞില്ലേ, പിന്നെ കുറേ നാളായപ്പോൾ പിന്നെ എനിക്കത് പിന്നെ ഞാൻ ഇട്ടില്ല കേട്ടോ. കുറേ വൈകിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്, എന്തോ നടന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ. അവർ വീടൊക്കെ ഉണ്ടായിക്കൊടുത്ത് അവർ താമസമായി, അൽഹംദുലില്ലാ ഉഷാറാണ് കേട്ടോ. അപ്പം ഞാനത് പറയാൻ വിട്ടുപോയതാണല്ലോ, അപ്പം നിങ്ങളോട് പറയാൻ വിട്ടുപോയതാണ്. അപ്പം വേറെ ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ പറയാൻ വിചാരിച്ചിട്ട് എനിക്കത് ഓർമ്മ വന്നത് ജസ്റ്റ് പറഞ്ഞു കേട്ടോ. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ മക്കൾക്കും ഞാൻ ശത്രുവായി, അവർ വീട്ടിൽ കയറ്റാതായി, ഞാനും എന്റെ ഭാര്യയും വാടക വീട്ടിലേക്ക് താമസം മാറി. എന്നെ ചതിച്ച എന്റെ ഇളയ മകൻ അവന്റെ ഭാര്യ വീട്ടിലേക്കും താമസം മാറി.
ഇത് രണ്ടും വയനാട്ടിലെ പ്രമുഖ ഡോക്ടേഴ്സാണ് കേട്ടോ. സുരേന്ദ്ര ഡോക്ടറും സെബാസ്റ്റ്യൻ ഡോക്ടറും. അവരെ ആദരിക്കൽ ചടങ്ങാണ് നടക്കുന്നത്. ഈ പായസം കഴിച്ചോ? പൈസ വല്ലതും ഉണ്ടോ? അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നല്ല അടിപൊളി സദ്യയാണ്. സദ്യ മാത്രമല്ല, എല്ലാ ഐറ്റങ്ങളും കൂടി കൂടിയിട്ടുള്ള നല്ലൊരു സദ്യ. ചിക്കൻ പൊരിച്ചതും മീൻ കറിയും എല്ലാം ഉണ്ട് കേട്ടോ. അവർക്ക് ആവശ്യമുള്ള എല്ലാം ഫുഡായിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല കിടിലൻ സദ്യയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും അവരൊക്കെ കൂടെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഫുഡ് കഴിക്കൽ മാത്രമല്ല, അതിന് ശേഷം വേറെയും പരിപാടിയുണ്ട് കേട്ടോ. അതായത് ഫുഡ് കഴിച്ചതിന് ശേഷം എല്ലാവരും തിരിച്ച് അവരുടെ സീറ്റിൽ തന്നെ വന്നിരുന്നിട്ട് പിന്നെ അവർക്ക് ഇവർ വയനാട് ചാരിറ്റബിൾ സൊസൈറ്റീൻ്റെ വക ഒരു ഗിഫ്റ്റും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവർ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പ്രായമുള്ളവർക്ക് അതൊരു ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. ഇപ്പോൾ നമുക്കൊരു ഗിഫ്റ്റ് തരിക, ആരെങ്കിലും ഒരു എന്തെങ്കിലും തരികയാണെങ്കിൽ നമുക്കതിൻ്റെ വാല്യൂ അറിയില്ല. ഈ ഒരു പ്രായത്തിൽ ഇവരെ നമ്മളൊന്ന് ഒന്ന് കൺസിഡർ ചെയ്തിട്ട് ഒന്ന് പരിഗണിച്ചിട്ട് നമ്മൾ അവർക്ക് എന്തെങ്കിലും ഒരു പേനയാണെങ്കിലും അല്ലെങ്കിൽ എന്താണെങ്കിലും ഒന്ന് കൊടുക്കുകയാണെങ്കിലേ അവരത് ഭയങ്കരമായിട്ട് ഒരു നിധി പോലെ അവരത് എടുത്തു വെക്കും. അവരത് എന്താ പറയുക, ഒരു ഇഷ്ടത്തോടു കൂടി, നിങ്ങൾക്കത് എൻ്റെ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും, ഇഷ്ടത്തോടു കൂടിയിട്ട് അവരത് എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇവരൊരു വിജയം തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ പുറമെ കുറേ കാര്യങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.